മോച്ച നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കല്ലൂർക്കാട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പോളിംഗ് സ്റ്റേഷൻ 123 124 രണ്ടും പോളിംഗ് സ്റ്റേഷനാണ് ഉള്ളത് ഇവിടെ. ഇത് ഏകദേശം തണുത്ത രീതിയിലുള്ളത് 10:30 വരെ തണുത്ത രീതിയിലുള്ള ഒരു നമുക്കൊരു വോട്ടിംഗ് നിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. കല്ലൂർക്കാട് പഞ്ചായത്തിൽ 14-ാം വാർഡ് ഉൾപ്പെടുന്ന ഈ ഭാഗത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJP സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. പിന്നീട് ആയവന പഞ്ചായത്തിൽ തന്നെ 9-ാം വാർഡ് കാവക്കാട് ഉൾപ്പെടുന്ന അത് സെൻറ്റ് മേരീസ് സൺഡേ സ്കൂളിൻ്റെ ഭാഗത്ത് ഉള്ള പോളിംഗ് സ്റ്റേഷനാണ് 85-ഉം 86-ഉം. ഈ ഭാഗങ്ങളിലും നമുക്ക് കാലത്ത് തന്നെ കാണാൻ സാധിച്ചത് ഒരു തണുത്ത മട്ടിലുള്ള ഒരു പ്രതികരണമാണ് ആളുകളിൽ നിന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. തുടർന്ന് ആയവന പഞ്ചായത്തിലെ തന്നെ ഒരു വാർഡാണ് 87-ഉം 88-ഉം. ഇത് SNUP സ്കൂൾ ആയവന ഭാഗത്ത് ഉൾപ്പെടുന്നതാണ്. ഇതും വളരെ ഒരു കുറഞ്ഞ നിരക്കിലുള്ള ഒരു വോട്ടിംഗ് പ്രതികരണമാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് MLA ആയ ഡോക്ടർ മാത്യു കുഴൽനാടനാണ് ഇവിടെ മത്സരിക്കുന്നത്. LDFൻ്റെ CPIയുടെ സ്ഥാനാർത്ഥി N അരുണും 2020-യുടെ NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് സണ്ണീസ് തോമസ് കടുത്താഴയുമാണ്. മാറി മാറി ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം നമ്മളിവിടെ ജയിച്ചത് എൽദോ എബ്രഹാം ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം UDFൻ്റെ ഡോക്ടർ മാത്യു കുഴൽനാട് ജയിച്ചത്. ഇപ്പം ഒരു പുതുമുഖമായി വരുന്ന N അരുണാണ് ഈ പ്രാവശ്യവും മത്സരിക്കുന്നത്. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ആരും തന്നെ ഇവിടെ ഇതേവരെ ജയിച്ചിട്ടില്ല. മാറി മാറി വരുന്ന ഒരു മണ്ഡലമാണ്. ഏതാണെങ്കിലും നമുക്ക് കൂടുതൽ സമയത്തിലേക്ക് വോട്ടിനിരക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം.